ഗുഡ് മോർണിംഗ്, സുപ്രഭാതം സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ. ഞാൻ തൃശ്ശൂട്ടിൽ ജോൺ അഗസ്റ്റിൻ. നോക്കൗട്ട് സ്റ്റേജില്ല, ഗ്രൂപ്പ് ഓഫ് 32 രണ്ടാം ദിവസത്തെ കളിയാണ് ഇന്നലെ കഴിഞ്ഞത്. അതെങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ ഏകദേശമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നല്ലൊരു അട്ടിമറി നടന്നിട്ടുണ്ട്. ഇന്നലെ നടന്ന കളി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കളി ബ്രസീലും ജപ്പാനുമാണ്. ബ്രസീൽ 2-1 ജയിച്ചു. കളി ടഫായിരിക്കും, ബ്രസീൽ ജയിക്കും, ബ്രസീലിനാണ് എഡ്ജെന്നാണ് ഞാൻ പറഞ്ഞത്. അത്ര ഈസി ആയിരിക്കില്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ആയിരുന്നു കളി. രണ്ടാമത്തെ കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജർമ്മനിയും പരാഗ്വേയും തമ്മിലായിരുന്നു. നല്ല കളിയായിരിക്കും, പക്ഷേ ജർമ്മനിക്ക് എഡ്ജുണ്ട്, ജർമ്മനി ജയിക്കുമെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ നല്ലൊരു അട്ടിമറിയാണ് നടന്നത്. പരാഗ്വെ ജർമ്മനിനെ പെനാൾട്ടി ഷൂട്ടൗട്ടിൽ തോൽപ്പിച്ചു. അവസാനത്തെ മത്സരം നെതർലാൻഡും മൊറോക്കോയും തമ്മിലായിരുന്നു. രണ്ടും തുല്യശക്തികളായിട്ടുള്ള ടീമായിട്ടാണ് ഞാൻ കാണുന്നത്. ആര് ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, 50-50 ചാൻസാണ്. പക്ഷേ മൊറോക്കോയാണ് ജയിച്ചത്, അതും പെനാൾട്ടി ഷൂട്ടൗട്ടിൽ തന്നെയാണ്. ഈ കളി എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രസീലിൻ്റെയും ജപ്പാൻ്റെയും കളി, ആദ്യം ജപ്പാൻ ഗോളടിക്കുകയാണ് ചെയ്തത്. ഫസ്റ്റ് ഹാഫിൽ 29-ാമത്തെ മിനിറ്റിൽ കൈഷു സാനോ എന്നും പറഞ്ഞ ആള്, അയാളുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ഗോള് നല്ലൊരു ഗോളായിരുന്നു. ഒരു ലോങ് റേഞ്ച് ഷോട്ടായിരുന്നു. ഗോളിക്ക് അത് കാണാൻ പോലും പറ്റില്ല, വളരെ ലേറ്റായിട്ട് റിയാക്ട് ചെയ്തു. പക്ഷേ തടുക്കാൻ പറ്റിയില്ല, ഗോളായി. അതിനുശേഷം എന്നല്ല, പൊതുവേ ബ്രസീൽ നന്നായിട്ട് കളിച്ചു. അതിനുശേഷം കൂടുതൽ ശക്തമായിട്ടുള്ള അറ്റാക്കിംഗ് ആണ് നടത്തിയത്. സെക്കൻഡ് ഹാഫിന് ശേഷം നല്ലൊരു ഹെഡിലൂടെ കാസിമേറോ 56-ാമത്തെ മിനിറ്റിൽ ഒരു ഗോളടിച്ച് സമനിലയാക്കി. പിന്നീട് പക്കറ്റൊക്കെ പരിക്ക് പറ്റി മാറിയതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്ന ഗബ്രിയേൽ മാർട്ടിനെല്ലി ഇഞ്ചുറി ടൈമിൽ 96-ാമത്തെ മിനിറ്റിലാണ്, 90 മിനിറ്റ് കളി കഴിഞ്ഞ് 6-ാമത്തെ മിനിറ്റിൽ ഗബ്രിയേൽ മാർട്ടിനെല്ലി നല്ലൊരു ഫീൽഡ് ഗോള് അടിച്ച് 2-1 ജപ്പാനെ തോൽപ്പിച്ചു. കളി നിങ്ങൾ വിചാരിക്കണ പോലെ വൺ സൈഡഡ് ആയിരുന്നില്ലെങ്കിലും ബ്രസീലായിരുന്നു കളിയിൽ പൊതുവെ മുൻതൂക്കം. ഫുള്ളായിട്ട് അറ്റാക്ക് ചെയ്താണ് കളിച്ചത്. ജപ്പാൻ ഡിഫെൻഡ് ചെയ്താണ് കളിച്ചത്. അപ്പോൾ പൊസിഷൻ തന്നെ ബ്രസീലിന് 60% ഉണ്ടായിരുന്നു, ജപ്പാന് 40 ഉണ്ടായിരുന്നുള്ളൂ. ബ്രസീൽ 20 ഷോട്ട് അടിച്ചു. കൗണ്ടർ അറ്റാക്കിലൂടെ 5 ഷോട്ട് മാത്രം അടിക്കാനേ ജപ്പാന് കഴിഞ്ഞുള്ളൂ. അത് ടാർഗറ്റിലോട്ട് ഷോട്ട് ചെയ്തത് ബ്രസീൽ 7 അതിൽ 2 ഗോളായി. ജപ്പാൻ 2 ടാർഗറ്റിൽ ഷൂട്ട് ചെയ്തു, അതിൽ 1 ഗോളായി. പാസസ് ജപ്പാൻ 300 ഉള്ളൂ, ബ്രസീൽ 679, ഡബിളാണ്. പാസ് ആക്രോസി ബ്രസീലിൻ്റെ ഒരു അറ്റ്പാർ വന്നെങ്കിലും ഇപ്രാവശ്യം 92% വന്നിട്ടുണ്ട്. ജപ്പാൻ്റെത് 86. അങ്ങനെ ഇഷ്ടംമാരെ യെല്ലോ കാർഡ് ഉണ്ടായിരുന്നു ഇന്നലെ. ജപ്പാൻകാർക്ക് 3 യെല്ലോ കാർഡ് കിട്ടി, ബ്രസീലിന് 2 യെല്ലോ കാർഡ് കിട്ടി. 17 ഫൗൾ ഉണ്ടായിരുന്നു, അതിൽ 13 ചെയ്തത് ജപ്പാനാണ്. 4 ഫൗളേ ബ്രസീലിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. റെഡ് കാർഡ് അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രസീലിന് 6 കോർണർ കിട്ടി, ജപ്പാന് 2 കോർണർ കിട്ടി. നന്നായി കളിച്ചു. ആദ്യ പകുതിയിൽ പക്കറ്റായിരുന്നു ഏറ്റവും നന്നായിട്ട് കളിച്ചത്. വിനീഷ്യസിനൊന്നും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ചുണായും ഔട്ട് ഓഫ് ഫോമായിട്ടാണ് എനിക്ക് തോന്നിയത്. രണ്ടാം പകുതിയിൽ ആദ്യം എട്രിക്കിനെ ഇറക്കിയപ്പോഴാണ് കുറച്ചൊരു
ആക്ഷനും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നീട് മാർട്ടിനെല്ലി വന്നു, കളി കുറേയും കൂടി ചൂട് കൂടി, അങ്ങനെയാണ് ഗോളൊക്കെ വീണത്. പക്ഷേ നെയ്മറെ എന്തുകൊണ്ട് കളിപ്പിച്ചില്ല എന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. അദ്ദേഹത്തെ പോലെ വളരെ പരിചയസമ്പത്ത് മാത്രമല്ല, നാച്ചുറലായിട്ടുള്ള ഒരു ഗിഫ്റ്റഡ് സ്കിൽഫുൾ പ്ലെയേഴ്സാണ്. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ സമയം കളിപ്പിച്ചില്ലെങ്കിലും കുറേയും കൂടി ബ്രസീൽ ടീമിന് അഡ്വാൻറ്റേജ് ഉണ്ടായേനെ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ബ്രസീൽ പ്രീ ക്വാർട്ടർ ഫൈനലിലോട്ട് ക്വാളിഫൈ ആയിട്ടുണ്ട്. ബ്രസീലിന് ഇനി പ്രീ ക്വാർട്ടർ ഫൈനലിൽ വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഐവറി കോസ്റ്റും നോർവേയും തമ്മിലുള്ള കളിയിൽ ആരാ ജയിക്കുന്നത് അവരെയായിരിക്കും ബ്രസീൽ നേരിടുന്നത്. ബ്രസീലിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് പ്രീ ക്വാർട്ടർ ക്ലിയർ ആവും. ക്വാർട്ടർ ഫൈനലിൽ ആയിരിക്കും ഇനി അവർക്ക് ശക്തമായ എതിരാളികൾ വരാൻ പോണത്. ഒന്നില്ലെങ്കിൽ മെക്സിക്കോ ആയിരിക്കും, അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ആയിരിക്കും. പ്രീ ക്വാർട്ടർ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും. ഒന്നും പറയാൻ പറ്റില്ല. ഈ വേൾഡ് കപ്പിൽ അട്ടിമറികളൊക്കെ ഇഷ്ടംമാതിരി നടക്കുന്നുണ്ടെങ്കിലും ബ്രസീലിന് ഒരു അട്ടിമറി പ്രതീക്ഷ ഉണ്ടായിരുന്ന കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ കളിയായിരുന്നു. ജപ്പാൻ അവരെ തോൽപ്പിക്കാനായിട്ട് ചെറിയ ചാൻസ് ഉണ്ടായിരുന്നു. അതുപോലൊരു ചാൻസ് ഐവറി കോസ്റ്റിനോ നോർവേക്കോ ഞാൻ കൽപ്പിക്കുന്നില്ല. അപ്പോൾ ആ പ്രീ ക്വാർട്ടർ ഫൈനൽ അവർ ത്രൂ ആവും. ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ട് വന്നാലും മെക്സിക്കോയിൽ വന്നാലും ജപ്പാനെ പോലെയുള്ള ശക്തമായ കളി അവർക്ക് നേരിടേണ്ടി വരും. അത് കാത്തിരുന്ന് കാണാം. രണ്ടാമത് നടന്ന കളിയാണ് ഒരു അട്ടിമറിയായിട്ട് എനിക്ക് തോന്നുന്നത്. ജർമ്മനിയും പരാഗ്വേയും. ഇതുവരെയുള്ള പഴയ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല. എല്ലാവർക്കും അറിയാവുന്ന പോലെ ജർമ്മനിയൊക്കെ 4 പ്രാവശ്യം വേൾഡ് ചാമ്പ്യന്മാരായിട്ടുള്ളതാണ്. പരാഗ്വേ നല്ലൊരു ടീമാണ്. എന്നിരുന്നാലും ജർമ്മനിക്ക് പറ്റിയ ഒരു ടീമാണോ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ വേൾഡ് കപ്പിൽ അമേരിക്കനെ തോൽപ്പിച്ച ഒരു ടീം അമേരിക്കനെയാണ്. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയാം. അമേരിക്കനെ തോൽപ്പിച്ച ഒരു ടീം പരാഗ്വേയാണ്. അപ്പോൾ അവരത്ര കുറച്ചൊന്നും കാണരുതായിരുന്നു. ജർമ്മനിയാണ് ശരിക്കും പറഞ്ഞാൽ മുഴുവൻ കളിയും നിയന്ത്രിച്ചത്. അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കളിയിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഗോളടിച്ചത് പരാഗ്വേയാണ്. ജൂലിയൻസി എന്ന് പറഞ്ഞ കളിക്കാരൻ 42ാമത്തെ മിനിറ്റിൽ പരാഗ്വേക്ക് വേണ്ടി ഗോളടിച്ച് അവർ ലീഡിങ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ കൈ എർവട്സ് 54ാമത്തെ മിനിറ്റിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ 3ാമത്തെ ഗോളം കണ്ടുമാണ് കളി സമനിലയിലാക്കി 1-1. എക്സ്ട്രാ ടൈമിലും ഗോളൊന്നും വീണില്ല. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വളരെ ദയനീയമായിട്ട് ജർമ്മനി തോറ്റു. ജർമ്മനിക്ക് 5 ഗോളിൽ 3 എണ്ണം മാത്രം അകത്താക്കാൻ പറ്റുള്ളൂ. 2 എണ്ണം അവർക്ക് ഗോളാക്കാൻ പറ്റിയില്ല. പരാഗ്വേ 1 എണ്ണം മിസ്സായെങ്കിലും 4 ഗോളടിച്ചു. അങ്ങനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാഗ്വേ 4-3 ജർമ്മനിനെ തോൽപ്പിച്ചു എന്നാണ് സത്യം. പക്ഷേ കളിയുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ജർമ്മനി മുഴുനീളം അറ്റാക്ക് ചെയ്ത് കളിച്ചു. 21 ഷോട്ടാണ് അവരടിച്ചത്. പരാഗ്വേക്ക് കൗണ്ടർ അറ്റാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെറും 7 ഷോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഷോട്ട് ഓൺ ടാർജറ്റ് ജർമ്മനിക്ക് 7 എണ്ണം ഉണ്ടായിരുന്നു. പരാഗ്വേ 4 എണ്ണം പറ്റിയുള്ളൂ. പൊസിഷൻ, അതായത് ബോൾ പൊസിഷൻ 75% ജർമ്മനിയുടെ കയ്യിൽ തന്നെയായിരുന്നു. വെറും 25% പരാഗ്വേയുടെ കയ്യിലുണ്ടായിരുന്നത്. പാസസ് ആയാലും പരാഗ്വേൻ്റെയൊക്കെ 3 ഇരട്ടി ഉണ്ടായിരുന്നു. ആക്യുറസിയും 92% ജർമ്മനിക്ക് ഉണ്ടായിരുന്നു. പരാഗ്വേക്ക് 69% വരെ ഉണ്ടായിരുന്നു. ഇഷ്ടംമാരെ പൗളുണ്ടായിരുന്നു. 30 പൗളുണ്ടായിരുന്നു. ജർമ്മനി 18ഉം പരാഗ്വേ 12ഉം. 4 യെല്ലോ കാർഡ്, 2 പേർക്ക് 2 എണ്ണം വെച്ച് കിട്ടി. ജർമ്മനിക്ക് 16 കോർണർ കിട്ടി. പരാഗ്വേക്ക് ആകെ 6 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. ഈ കളിയിൽ വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജർമ്മനി ഒരു ഗോൾ അടിച്ചായിരുന്നു. പക്ഷേ അത്
ഫൗള് വിളിച്ച് ആ ഗോള് അംഗീകരിച്ചില്ല. കളി ഞാനും കണ്ടതാണ്. കോർണർ കിക്ക് എടുക്കുമ്പോൾ ജർമ്മൻ സ്ട്രൈക്കർ ഗോളിനെ തള്ളി താഴെ ഇട്ടു. കിക്ക് എടുത്തപ്പോഴത്തേക്കും ഗോൾ കീപ്പർ എണീറ്റു. നല്ല അടിപൊളി ഷൂട്ടായിരുന്നു, നല്ല അടിപൊളി ഒരു ഗോളുമായിരുന്നു. പക്ഷേ കോർണർ കിക്ക് എടുക്കുമ്പോഴായാലും ബോക്സിൽ എപ്പോൾ എന്ത് കളിക്കണമെങ്കിലും ഗോൾ കീപ്പറിന് തള്ളി താഴെ ഇടുക എന്നൊക്കെ പറഞ്ഞാൽ ഫൗളാണത്. ഗോള് നല്ലതാണെങ്കിലും അത് റിവ്യൂ എടുത്ത് TV റിവ്യൂവും ഒക്കെ നോക്കിയിട്ട് റഫറി വിധിച്ചു അത് ഫൗളാണെന്ന്. ഫൗളായിരുന്നു, ഇല്ലയെന്നൊന്നും ഞാൻ പറയണില്ല. ഗോളും നല്ലതായിരുന്നു. പക്ഷേ ജർമ്മൻ ഫാൻസിന് അത് ഭയങ്കര സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും പരാഗ് ജയിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് അധികം മുന്നോട്ടൊന്നും പോകാൻ പറ്റില്ല. പ്രീ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസും സ്വീഡനും തമ്മിലുള്ള വിജയി മിക്കവാറും ഫ്രാൻസ് ആയിരിക്കും. പരാഗ്വയ്ക്ക് അതോടെ തീരും. ജർമ്മനി ഫ്രാൻസ് വന്നിരുന്നേ കളി കാണാൻ അടിപൊളിയായിരുന്നേനെ. എന്നാലും ഫ്രാൻസിനെ തോൽപ്പിക്കാൻ ഇന്നത്തെ ജർമ്മനിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ജർമ്മനിനെ തോൽപ്പിച്ച് വന്നേക്കണ പരാഗ്വയ്ക്കോ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ക്വാർട്ടർ ഫൈനലിൽ അവർക്ക് മൊറോക്കോനെ നേരിടേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് മൊറോക്കോ കളി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത കളി നെതർലാൻഡ് മൊറോക്കോ. തുല്യ ശക്തികളുടെ കളിയാണ്. ആർക്കും ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന കളിയാണ്. ഞാൻ പോലും ഒരാൾക്ക് പോലും എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നെതർലാൻഡ് നന്നായിട്ട് കളിച്ചു, മൊറോക്കോയും നന്നായിട്ട് കളിച്ചു എന്ന് പറയാം. പക്ഷേ ഗോൾ പൊസിഷനും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ചാണ്. മൊറോക്കോൻ്റെ കയ്യിലായിരുന്നു 70%. പാസസ് ആയാലും പാസ് ആക്യുറസി ആയാലും ഷോട്ട് ഓൺ ടാർഗറ്റ് ആയാലും എല്ലാത്തിലും 70%-ഓളം ഈ പറയുന്ന പോലെ മൊറോക്കോ ആയിരുന്നു മുന്നിൽ. നെതർലാൻഡ് ശക്തമായിട്ട് തന്നെ കളിച്ചു. സ്റ്റാറ്റിസ്റ്റിക്സിലൊന്നും കാര്യമില്ല. കളി ഞാൻ മുഴുവൻ ഇരുന്ന് കണ്ടതാണ്. രാവിലെ ആയിരുന്നു കളി. അവിടെയും എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെതർലാൻഡ് ആദ്യം തന്നെ ഗോളടിച്ച് ഗ്യാപ്കോൻ്റെ 72ാമത്തെ മിനിറ്റിലാണ് ഗോളടിച്ചത്. അവർ ജയിക്കുമെന്ന് വിചാരിച്ച അവസാന നിമിഷങ്ങളിലാണ്. പക്ഷേ ഇവിടെയും ഈ പറയുന്ന പോലെ ഇഞ്ചുറി ടൈമിൽ 91ാമത്തെ മിനിറ്റിൽ ഇസാ ഡിയോപ്പ് മൊറോക്കോന് വേണ്ടി ഒരു ഗോളടിച്ച് സമനിലയായി. അത് പിന്നീട് എക്സ്ട്രാ ടൈമിൽ പോയി, ഒന്നും നടന്നില്ല. പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ കൊളാക്കി. ഇത്രയും മോശം പെനാൽറ്റി ഷൂട്ട് ഔട്ട് രണ്ട് ടീം 6 ഗോളടിച്ചിട്ട് അതിൻ്റെ അകത്ത് നെതർലാൻഡിന് 2 എണ്ണം അകത്ത് കയറ്റാൻ പറ്റുള്ളൂ, മൊറോക്കോന് 3 എണ്ണം കയറ്റാൻ പറ്റി. അങ്ങനെ ജയിച്ചു. അല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് ഈ കളിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നെതർലാൻഡ് മൊറോക്കോ കളി റൗണ്ട് ഓഫ് 32 വരരുതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഒരു ക്വാർട്ടർ ഫൈനലിലോ സെമി ഫൈനലിലോ ഒക്കെ വന്നിരുന്നു വെച്ചെങ്കിൽ ഇങ്ങനെയുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീമിലേക്ക് റൗണ്ട് ഓഫ് 32 കളിപ്പിക്കാൻ വിടുന്ന അങ്ങനെയൊക്കെ പിക്ചർ ഉണ്ടാക്കണ ഫിഫേനെയാണ് ഞാൻ കുറ്റം പറയണത്. അല്ലാണ്ട് വേറെ ആരെയും കുറ്റം പറയാനൊന്നുമില്ല. ഗോൾ പൊസിഷൻ 70% മൊറോക്കോക്കായിരുന്നു, 30 ഉണ്ടായിരുന്നുള്ളൂ നെതർലാൻഡിന്. പാസസ് 356 ചെയ്തപ്പോൾ അതിൻ്റെ ഇരട്ടി മൊറോക്കോ ചെയ്തു. നെതർലാൻഡിൻ്റെ പാസ് ആക്യുറസി നല്ലതായിരുന്നു, 80% ഉണ്ടായിരുന്നു. പക്ഷേ മൊറോക്കോക്ക് 92 ആയിരുന്നു. നല്ല ഫൗളുണ്ടായിരുന്നു. അയർലൻഡ് 18, മൊറോക്കോ 15. യെല്ലോ കാർഡ് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, അത് മൊറോക്കോക്കായിരുന്നു. കോർണേഴ്സ് 2 പേർക്കും ഏകദേശം ഈക്വലൊക്കെ തന്നെ. നെതർലാൻഡിന് 5, മൊറോക്കോക്ക് 8. ഏതായാലും മൊറോക്കോയാണ് നന്നായിട്ട് കളിച്ചത്. കളിയുടെ റിസൾട്ട് അനുസരിച്ചിട്ട് മൊറോക്കോൻ്റെ ജയിക്കേണ്ട കളിയായിരുന്നു. മൊറോക്കോ തന്നെ ജയിച്ചു. പെനാൽറ്റി 2 ടീമും വളരെ മോശമായിട്ടാണ് ചെയ്തത്. അതിൽ മുന്നേ ജയിച്ച മൊറോക്കോ ജയിച്ചു.
ജർമ്മനിയുടെ അങ്ങനെയായിരുന്നില്ല. 75% അവർ തന്നെ കളി നിയന്ത്രിച്ചിട്ട് വെറുതെ പെനാൽറ്റി അടിച്ച് പുറത്ത് കളഞ്ഞിട്ട് തോറ്റ്. അപ്പോൾ ആ റിസൾട്ട് എന്തും ആയിക്കോട്ടെ, കളിയിൽ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ജയിക്കണം. ചെറിയ പിഴവുകളും മറ്റുള്ളവർ വരുത്തുമ്പോഴാണല്ലോ വേറൊരു ടീമിന് ജയിക്കാൻ ചാൻസ് കിട്ടുന്നത്. ഓൾ ദി ബെസ്റ്റ് ഫോർ എന്താ പറയണേ, പരാഗ്, അത്രേ പറയാനുള്ളൂ. ഇനിയുള്ളത് ഇന്ന് നടക്കാൻ പോണ കളീനെ കുറിച്ചാണ്. ഇന്നുള്ള കളി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കളി ഐവറി കോസ്റ്റ് നോർവേയും കൂടിയാണ്. ഐവറി കോസ്റ്റ് ഗ്രൂപ്പ് ഘട്ടത്തിൽ 2ാം സ്ഥാനമായിട്ടാണ് റൗണ്ട് ഓഫ് 32 വരുന്നത്. ജർമ്മനിയുടെ ഗ്രൂപ്പിലായിരുന്നു. അവരാകപ്പാടെ ജർമ്മനിയോട് മാത്രം തോറ്റിട്ടുള്ളൂ. ഇക്വഡോറിനെയും കൊരഗാവിനെയും തോൽപ്പിച്ചിട്ടാണ് വരുന്നത്. ശക്തമായ ടീമാണ്. നല്ല കളി തന്നെ അവരുടെ സൈഡിൽ നിന്നും ഉണ്ടാവും. അവർക്കെതിരെ കളിക്കണ നോർവേയും പറയണ പോലെ നല്ല ടീമാണ്, നമുക്കെല്ലാം അറിയാം. അവരും ഗ്രൂപ്പ് ഐയിൽ 2ാം സ്ഥാനക്കാരായിട്ട് വരുന്നതാണ്. അതും ഫ്രാൻസിൻ്റെ ഗ്രൂപ്പിലാണ്. ഫ്രാൻസ് ആകെ 3 കളിയും ജയിച്ച് മുന്നോട്ട് വന്നിട്ടില്ല. ഫ്രാൻസ്, അർജൻറ്റീന, മെക്സിക്കോ 9 പോയിൻ്റായിട്ട് മുന്നോട്ട് പോയേക്കണം. നോർവേ ഈ ജർമ്മനിനെ പോലെ അല്ലെങ്കിൽ അമേരിക്കനെ പോലെ ഒരു കളി തോറ്റിട്ടാണ് വരുന്നത്. അത് ഫ്രാൻസിനോടാണ് തോറ്റേക്കണം. സെനഗലിനെ, ഇറാഖിനെയൊക്കെ തോൽപ്പിച്ചിരുന്നത് നോർവേ ആയിരുന്നു. ശക്തമായ ടീമാണ്. രണ്ടും തുല്യ ശക്തികളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് എഡ്ജ് ഞാൻ കൊടുക്കുന്നത് ഐവറി കോസ്റ്റിനാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർവേ കളിയിൽ മൊത്തം 8 ഗോൾ അടിച്ചിട്ടുണ്ട്. ഒപ്പം 7 ഗോൾ തിരിച്ചു വാങ്ങിയിട്ടുണ്ട്. അവരുടെ ഡിഫൻസ് വീക്കാണെന്നാണ് അത് കാണിക്കുന്നത്. ഐവറി കോസ്റ്റിനാണ് അല്പമെങ്കിലും അടിച്ചുള്ളത്. എന്നാലും സന്തുലിതമായിട്ടുള്ള 2 ടീമും വളരെ ഓൾമോസ്റ്റ് ഈക്വലാണ്. എന്നാലും ഐവറി കോസ്റ്റിനാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. 2ാമത്തെ കളി ഫ്രാൻസും സ്വീഡനും കൂടിയാണ് രാത്രി 2:30. ഇത് ഫ്രാൻസ് ജയിക്കും. സ്വീഡൻ മോശം ടീമായിട്ടൊന്നുമല്ല. അധികം ഞാൻ ഡിസ്കസേ ചെയ്യണില്ല. ഒരു കളി പോലും തോക്കാണ്ട് മുന്നോട്ട് വന്നേക്കണേന്. ഫ്രാൻസിൻ്റെ ഇപ്പോഴത്തെ ഫോം അനുസരിച്ച് സ്വീഡനൊക്കെ വന്ന് നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല, അവർ ജയിക്കും. അവസാനം രാവിലെയുള്ള കളി എന്ന് പറഞ്ഞാൽ മെക്സിക്കോ ഇക്വഡോറാണ്. മെക്സിക്കോ വേൾഡ് കപ്പിൽ ഒറ്റ കളി പോലും തോക്കാണ്ട് മുന്നോട്ട് വന്നേക്കുന്നതാണ്. പോരാത്തതിന് കളി നടക്കുന്നത് അവരുടെ നാട്ടിലാണ്. അവരുടെ ജനങ്ങളുടെ മുമ്പിൽ മുഴുവൻ എന്താ പറയണ, ജനങ്ങളുടെ സപ്പോർട്ട് വേണ്ടിയുള്ള ഒരു കളിയാണ്. അതുകൊണ്ട് മെക്സിക്കോ ജയിക്കും. പക്ഷേ ഇക്വഡോർ മോശമൊന്നുമല്ല. ജർമ്മനീനെ തോൽപ്പിച്ച ടീമാണ്. ജർമ്മനീനെ തോൽപ്പിച്ചേക്കുന്ന ഒരേ ഒരു ടീമാണ് ഈ വർഷത്തെ വേൾഡ് കപ്പിൽ. എന്നിരുന്നാലും മെക്സിക്കോനാണ് അടിച്ച്. അപ്പോൾ മെക്സിക്കോ അഡ്വാൻസ് ചെയ്യും, ഫ്രാൻസ് അഡ്വാൻസ് ചെയ്യും, അതുപോലെ തന്നെ ഐവറി കോസ്റ്റ് അഡ്വാൻസ് ചെയ്യും. ഐവറി കോസ്റ്റ് അഡ്വാൻസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ബ്രസീലായിട്ടാണ് അടുത്ത കളി. അത് കഴിഞ്ഞ് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് കണ്ടറിയണം. മെക്സിക്കോയും ജയിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടായിട്ടായിരിക്കും മിക്കവാറും കളി വരാൻ പോകണം. അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ ഫ്രാൻസ് ഇന്നലെ ജയിച്ച മൊറോക്കോയാണ് ഫ്രാൻസ് ജയിക്കണമെങ്കിൽ പ്രീ ക്വാർട്ടർ ഫൈനലിൽ അവരുടെ എതിരാളി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനലിലോട്ടുള്ള കടമ്പ ഫ്രാൻസിന് വളരെ എന്താ പറയണ ശക്തരായിട്ടുള്ള എതിരാളികളാണെന്നാണ് ഇതിൽ നോക്കുമ്പോൾ കാണുന്നത്. ആദ്യം സ്വീഡനോട് കളിക്കണം. അത് കഴിഞ്ഞ് ജർമ്മനി ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്, പകരം പരാഗെ വന്നിട്ടുണ്ട്. അതിനുശേഷം മൊറോക്കോ ആയിട്ട് കളിക്കണം, അല്ലെങ്കിൽ നെതർലാൻഡ്. ടഫായിട്ടുള്ള എതിരാളികളാണ്. ക്വാർട്ടർ ഫൈനലിൽ വരണമെങ്കിൽ അവർക്ക് മിക്കവാറും ബെൽജിയമോ പോർച്ചുഗലോ സെനഗലോ USA ആരോ വേണേലും കിട്ടാം. അപ്പോൾ ഇതാണ്, ഇത്രേ ഉള്ളൂ. ബാക്കി കളി കണ്ടു കഴിഞ്ഞിട്ട് പറയാം. താങ്ക് യു.